തിരുവനന്തപുരം കോർപ്പറേഷൻ കൈപ്പിടിയിൽ നിർത്താൻ ഇക്കുറി പുതുമുഖങ്ങളെയും യുവനിരയെയും CPIM രംഗത്തിറക്കിയിട്ടുണ്ട്. നഗരഹൃദയത്തിലെ 4 വാർഡുകളിൽ മത്സരിക്കുന്ന സുഹൃത്തുക്കൾ റിപ്പോർട്ടറിനായി ഒത്തുചേർന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിൽ പുതുമുഖങ്ങളായ ഇവർ മുഴുവൻ സമയവും പ്രചാരണങ്ങൾക്കായി ഒരുങ്ങുകയാണ്. തലസ്ഥാനത്തെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഈ 4 സുഹൃത്തുക്കൾ കന്നി അംഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. IP വിനുകുമാർ, അമൽ, SR അഞ്ജു, വിദ്യാമോഹൻ 4 പേരും SFIയിലൂടെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലെത്തിയവർ. തെരഞ്ഞെടുപ്പ് ഗോതയിൽ പുതുമുഖങ്ങളായ ഇവരെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെറുതല്ല. പാർട്ടി ആസ്ഥാനമായ AKG സെന്റർ ഉൾപ്പെട്ട കുന്നുകുഴി വാർഡ് UDFിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവാദിത്തമാണ് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം IP വിനുകുമാറിന്. കഴിഞ്ഞ വർഷം 3 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ആ വാർഡ് പോയത്. ഇപ്രാവശ്യം എന്തായാലും വലിയ വിജയപ്രതീക്ഷയാണ് എനിക്ക് തോന്നുന്നത്. BJPയുടെ മേയർ സ്ഥാനാർത്ഥി BV രാജേഷിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് 23-കാരനായ അമൽ. ഞാൻ 23 വർഷം ഞാൻ ജനിച്ച് ഇന്ന് വരെ അവിടെ വളർന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അവിടെ ഉള്ളവരാണ്. അപ്പോൾ ആ സ്ഥാനാർത്ഥി നിന്ന് പുറത്തുനിന്ന് പറഞ്ഞ ഒരാളാണ്. എതിരാളി ശക്തനാവും തോറും നമ്മുടെ പ്രചരണ രംഗം അത്രയും കൊഴുക്കും. അതുപോലെ തന്നെ നല്ല ശ്രദ്ധ കിട്ടും. നഷ്ടപ്പെട്ട തൈക്കാട് വാർഡ് തിരിച്ചുപിടിക്കാൻ CPM അംഗത്തിനിറക്കിയിരിക്കുന്നത് ഇത്തവണ 23-കാരിയായ വിദ്യാമോഹനെയാണ്. ചെറിയ പ്രായത്തിലുള്ള ഒരാളാകുമ്പം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു പേടി അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ യുവാക്കൾ മുന്നോട്ട് വരുന്നതിൽ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടാണ് ഉള്ളതെന്ന് മനസ്സിലായി. മുട്ടത്തറ വാർഡിൽ മത്സരിക്കുന്ന SR അഞ്ജുവാണ് CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും ചെറിയ കുട്ടി. 22-കാരിയായ അഞ്ജു വാർഡിലെ പ്രചരണങ്ങളിൽ സജീവമായി കഴിഞ്ഞു. ഞാനിപ്പോൾ LLB 3rd ഇയർ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ലാസ്റ്റ് ഇയർ ആണിത്. അപ്പോൾ ഇനി എനിക്കൊരു 6 മാസത്തെ കോഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ചുവടുവെക്കുന്ന ഈ സുഹൃത്തുക്കളുടെ സാന്നിധ്യം തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പോരിന് യൗവനത്തിളക്കം നൽകുമെന്നുറപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.